1-ൻ്റെ ഫസ്റ്റ് ഇത് നോക്കാം. അതായത് ഗ്രാഫിക്കൽ മെത്തേഡ്. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് 4 ബാർ മെക്കാനിസം. ഓക്കെ, 4 ബാർ മെക്കാനിസം. ഇനിയിപ്പം ഗ്രാഫിക്കൽ മെത്തേഡ് സ്ലൈഡർ എടുക്കാൻ കൊണ്ട് അതിനുശേഷം ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ 4 ബാർ, ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ സ്ലൈഡർ എടുക്കാൻ. അങ്ങനെ 4 ചോദ്യം പഠിച്ചു കഴിഞ്ഞാൽ മോഡ്യൂൾ 1 തീർന്നു. ശരി, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചോദ്യത്തിലാണെങ്കിൽ അവരെന്തോന്ന് പറയുന്നത് വെച്ചാൽ അവരൊരു ഇത് തരും. ഒന്നെങ്കിൽ അവർ ഇങ്ങനെ ഡയമെൻഷനായിട്ട് പറയും, AD ഇങ്ങനെയാണ്, AB ഇങ്ങനെയാണ്, AC ഇത്രയാണ് എന്ന് പറഞ്ഞ് തന്നിട്ട് അതിൻ്റെ BAD എന്ന് പറഞ്ഞതിൻ്റെ ആംഗിൾ ഇത്രയാണ് എന്ന് പറഞ്ഞ് തന്നിട്ട് നിങ്ങളത് പിന്നെ അതിൻ്റെ അകത്ത് ഇന്ന പോയിന്റിൻ്റെ ഇന്ന വെലോസിറ്റി കണ്ടുപിടിക്കുക, ഇന്ന ഒമേഗ കണ്ടുപിടിക്കുക, അങ്ങനെയായിരിക്കും ചോദിക്കുന്നത്. ഒന്നെങ്കിൽ അങ്ങനെ ചോദിക്കും, ചിലപ്പോൾ ഫിഗർ തന്ന് ചോദിക്കും. 4 ബാർ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ കൺസിഡർ ചെയ്യുക. അപ്പോൾ എന്നിട്ട് അവരിങ്ങനെ പറയും, അതിൻ്റെ അകത്ത് AB എന്ന് പറയുന്നത് 30 mm ആണ്, BC എന്ന് പറയുന്നത് 50 mm ആണ്, CD എന്ന് പറയുന്നത് 40 mm ആണ്, AD എന്ന് പറയുന്നത് 60 mm ആണ്. എന്നിട്ട് ബ്രാക്കറ്റിൻ്റെ അകത്ത് ഫിക്സഡ് എന്ന് പറഞ്ഞ് തന്നിരിക്കും. അപ്പോൾ മനസ്സിലാക്കിക്കോണം ഇങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന്. അതിനുശേഷം ആംഗിൾ BAD എന്ന് പറയുന്നത് എത്രയാണ്, 60 ഡിഗ്രിയാണ് തന്നിരിക്കുക. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ 4 ബാർ ഇങ്ങനെ വരച്ചോണം. അപ്പോൾ ഇങ്ങനെ തന്നതിന് ശേഷം അവർ നമ്മളോട് ചോദിക്കും സിന്റെ വെലോസിറ്റി കണ്ടുപിടിക്കുക. വെലോസിറ്റി ഓഫ് ഫൈൻഡ് ദ, അതായത് ഒരു കാര്യം കൂടെ പറയാം, V എന്ന് പറഞ്ഞാൽ ലീനിയർ വെലോസിറ്റി ആണ്, ലീനിയർ വെലോസിറ്റി. ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലാർ വെലോസിറ്റി. ഓക്കെ, ആംഗുലാർ വെലോസിറ്റി. പിന്നെ V എന്ന് പറയുന്ന സാധനം ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു ജോയിന്റിലായിട്ടായിരിക്കും പറയുന്നത് അല്ലെങ്കിൽ വരുന്നത്. അതുപോലെ ഒമേഗ എന്ന് പറയുന്ന സാധനം ഒരു ലിങ്കിലാണ് വരുന്നത്. ഓക്കെ, പുരിഞ്ചതാ ഇങ്ങനെ വരും. V എന്ന് പറഞ്ഞാൽ ലീനിയർ വെലോസിറ്റി, ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലർ വെലോസിറ്റി. V എന്ന് പറയുന്ന സാധനം പോയിന്റ് അല്ലെങ്കിൽ ജോയിന്റിലായിട്ടായിരിക്കും പറയുന്നത് അല്ലെങ്കിൽ വരുന്നത്. ഒമേഗ എന്ന് പറയുന്ന ആംഗുലർ വെലോസിറ്റി അതൊരു ലിങ്കിലായിട്ടായിരിക്കും വരുന്നത്. ശരി, ഇനിയിപ്പോൾ ഇവർ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ചോദിക്കുക ഫൈൻഡ് ദ ലീനിയർ വെലോസിറ്റി ഓഫ് പോയിന്റ് C എന്ന് പറഞ്ഞ് ചോദിക്കാം. ലീനിയർ വെലോസിറ്റി ഓഫ് പോയിന്റ് C എന്ന് പറഞ്ഞ് ചോദിക്കാം ചോദ്യം. എന്നിട്ട് ഫൈൻഡ് ദ ആംഗുലാർ വെലോസിറ്റി ഓഫ് ലിങ്ക് CD, ആംഗുലാർ വെലോസിറ്റി ഓഫ് ലിങ്ക് CD എന്ന് പറഞ്ഞ് ചോദിക്കാം. മനസ്സിലായോ? BC ചോദിക്കാം, എന്നിട്ട് ഒമേഗ CD ചോദിക്കാം. അതുപോലെ തന്നെ നമുക്ക് BB ചോദിക്കാം, ഒമേഗ BC ചോദിക്കാം. അങ്ങനെയാണ് ചോദ്യം വരുന്നത്. ശരി, കാര്യം പറയാം. അപ്പം ഇങ്ങനെ നമുക്കൊരു സംഭവം തന്നു, ഇതിങ്ങനെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുക, ഗ്രാഫിക്കൽ മെത്തേഡാണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തോന്ന് ചെയ്യണം, ആദ്യം നമ്മൾ എന്നാ ചെയ്യണം എന്ന് വെച്ചാൽ ഫസ്റ്റ് കോൺഫിഗറേഷൻ ഡയഗ്രാം എന്ന് പറഞ്ഞ് എഴുതണം. കോൺഫിഗറേഷൻ ഡയഗ്രാം. ഇത് ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ മെത്തേഡ് ആണെങ്കിലും ഗ്രാഫിക്കൽ മെത്തേഡ് ആണെങ്കിലും ഒരു പരിധി വരെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തോന്നാണ്, സെയിം ആണ്. കോൺഫിഗറേഷൻ ഡയഗ്രാം സ്കെയിൽ എന്ന് പറയുമ്പോൾ 1 സെൻറ്റിമീറ്റർ ഇസ് ഈക്വൽ ടു എത്ര എടുക്കും, 10 mm ആയിട്ട് എടുക്കാം. അപ്പം 1 സെൻറ്റിമീറ്റർ ഇസ് ഈക്വൽ ടു 1 സെൻറ്റിമീറ്റർ തന്നെ. ഇതിപ്പോൾ MM ആയതുകൊണ്ട് നമ്മൾ MM എന്ന് പറഞ്ഞ് എടുത്തു. അപ്പോൾ ആക്ച്വലി നമ്മൾ ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് വേണം വരയ്ക്കാൻ. ഓക്കെ, 30 / 10 എന്ന് പറയുമ്പോൾ 3 സെൻറ്റിമീറ്റർ. മനസ്സിലായല്ലോ? അപ്പോൾ ആദ്യം ഇങ്ങനെ എടുത്തു, ഹോറിസോണ്ടലി AD എടുത്തു, ഒരു 6 സെൻറ്റിമീറ്റർ എടുത്ത് വരയ്ക്കുക. 6 സെൻറ്റിമീറ്റർ എടുത്ത് വരച്ചു. ഓക്കെ, എന്നിട്ട് A മാർക്ക് ചെയ്തു, D മാർക്ക് ചെയ്തു, എന്നിട്ട് ഫിക്സഡ് ആണെന്ന് കാണിക്കാൻ ഇങ്ങനെ ഇത് കൊടുത്തു. ഓക്കെ, ഇനിയിപ്പോൾ എന്തോന്നാണ്, ഇനിയിപ്പോൾ 60 ഡിഗ്രിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം BAD 60 എന്ന് പറയാനടുത്ത് ഇതിങ്ങനെ വെച്ചു, 60 ഡിഗ്രി എടുത്ത് ഇത് വെച്ചു. ഇനി എന്നാ 30 mm. അപ്പം ഇവിടെ 30 mm. ഇപ്പോൾ ഇവിടെ വരയ്ക്കുമ്പോൾ 30 / സ്കെയിലിൽ ഇത്, അപ്പം 3 സെൻറ്റിമീറ്റർ. അപ്പം ഓക്കെ, 3 സെൻറ്റിമീറ്റർ. ഇതൊന്നും എന്തോന്ന് B എത്ര mm, 30 mm. അതും എഴുതുക. കോൺഫിഗറേഷൻ ഡയഗ്രാമിൽ എല്ലാം എഴുതി വെക്കുന്നതാണ് നല്ലത്. ഇത് 60 mm, ഇത് എത്രയാണ്, 60 ഡിഗ്രി. ഓക്കെ, ഇനിയിപ്പോൾ എന്നതാ, നമുക്ക് BCയും വരയ്ക്കണം, CD-യും വരയ്ക്കണം. അപ്പം മറ്റേ രീതിയിൽ വരയ്ക്കുക. ഏതാ, ഇതിപ്പോൾ 4 സെൻറ്റിമീറ്റർ, 40 mm. 40 mm എന്ന് പറയുമ്പോൾ / സ്കെയില്, അപ്പം 4 സെൻറ്റിമീറ്റർ എടുത്തു. ഇവിടെ നിന്നൊരു ആർക്ക് ഇങ്ങനെ കൊടുത്തു. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തത് 5 സെൻറ്റിമീറ്റർ, അത് 50 mm. അപ്പം / സ്കെയിലിൽ അത് 10 ചെയ്തു. അപ്പോഴത്തേക്ക് എത്ര വന്നു,
5 സെൻറ്റിമീറ്റർ വന്നു. അപ്പം ഈ പോയിൻ്റാണ് എന്തോന്ന് സി. ഓക്കെ, അപ്പം ഇതാണ് ഇതിൻ്റെ കോൺഫിഗറേഷൻ ഡയഗ്രാം. ബാക്കി സംഭവങ്ങൾ അടയാളപ്പെടുത്താനുള്ളതും കൂടെ അടയാളപ്പെടുത്തിയേക്കുക. ഓക്കെ, കോൺഫിഗറേഷൻ ഡയഗ്രാം വരച്ചു. ഇനി ഒരു കാര്യം കൂടെ പറയാം, ജസ്റ്റ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ക്വസ്റ്റ്യനിൽ നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിലുള്ള ഒരു, മിക്കപ്പോഴും ഈ സൈഡിലായിരിക്കും തരുന്നത്, എങ്ങനെയാണെങ്കിലും ഒരു എന്തോന്ന് തരും, ഒരു RPM തരും. ഇത് ഇത്ര RPMത്തിലാണ് കറങ്ങുന്നത്, ഇതിൻ്റെ ഡയറക്ഷനാന്ന് പറഞ്ഞിട്ട് ഒരു RPM തരും. ഇതിപ്പോൾ ഞാൻ ക്ലോക്ക് വൈസ് എടുത്തു. RPM എത്രയാ? N= ഞാനിവിടെ ഒരു 150 RPM എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, മിക്ക കേസിൽ നമുക്കിത് തരും. ഏതെങ്കിലും ഒരു ലിങ്കിലായിട്ട് ഒരു RPM ഉണ്ട് എന്ന് പറഞ്ഞ് തരും. N= 150 RPM എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കാം. ക്ലോക്ക് വൈസ് ആണോ എന്നുള്ളതും കൂടെ അവർ മെൻഷൻ ചെയ്തിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ക്ലോക്ക് വൈസ് ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തോന്ന് ചെയ്യുക, നമുക്ക് ഇവിടുത്തെ RPM അറിയാം. അപ്പം അത് നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കൊടുക്കുക. ക്ലോക്ക് വൈസ് ആണ്, ഇവിടെ ഒരു RPM ഉണ്ട്, N= എത്രയാണ്? 150 RPM. എല്ലാം നമുക്ക് ഈ കോൺഫിഗറേഷൻ ഡയഗ്രാം വേണം. ഇത് ആക്ച്വലി നമ്മൾ ചുമ്മാ ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇത് നമ്മൾ ആൻസർ എടുത്ത് വരയ്ക്കുമ്പോൾ എല്ലാ സംഭവങ്ങളും ഉൾപ്പെടുത്തി വേണം വരയ്ക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ തുടങ്ങേണ്ടത്, നമുക്ക് മിക്കപ്പോഴും എല്ലാം തന്നിരിക്കും, എല്ലാ സൈഡും തന്നിരിക്കും, ആംഗിൾ തന്നിരിക്കും, ഇങ്ങനെയുള്ള തരും. നമുക്ക് ഇത്ര വരയ്ക്കാൻ പറ്റും. എന്നിട്ട് ഏതെങ്കിലും ഒരു സൈഡിൽ ഈ ഒരു RPM കൂടെ തന്നിരിക്കും. RPM തരും, അല്ലെങ്കിൽ ഡയറക്റ്റ് ഒമേഗ തന്നെ തരും. ഇപ്പം N തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒമേഗ കണ്ടുപിടിച്ചൂടെ? അപ്പം N നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? N= 150 RPM എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഒമേഗ കണ്ടുപിടിച്ചൂടെ? ഒമേഗ എന്ന് പറയുന്നത് 2πN/60. അപ്പം 2 × π × 150 / 60 എത്ര വരും? 2 × π × 150 / 60 ചെയ്യുമ്പോൾ നമുക്ക് 15.707 എന്ന് പറഞ്ഞ് വരും. 15.707 radian/second. radian/second എന്ന് പറഞ്ഞ് നമുക്ക് ഒമേഗ കിട്ടി. ഓക്കെ, ഈ ഒമേഗ എന്ന് പറയുന്നത് ഏതാണ്? ഈ ലിങ്കാണ്. ഈ ലിങ്കിന്റെ പേരെന്തിനാണ്? AB. അപ്പോൾ ഒമേഗ AB ആണ് എന്തോന്ന് കിട്ടിയിരിക്കുന്നത്? 15.707. അതായത് നമുക്ക് ക്വസ്റ്റ്യൻ വെച്ചിട്ട്, നമുക്ക് ക്വസ്റ്റ്യനിൽ അവർ തന്നിരിക്കുന്ന വെച്ചിട്ട് നമുക്ക് ഒരു സൈഡിലെ ഒമേഗ നമുക്ക് ഓൾറെഡി ഗിവൺ ആണ്, ഏതാണ്ട് ഗിവൺ ആണ്. അപ്പോൾ ഇത് ഇട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് കിട്ടും നമുക്ക്. അപ്പം ഇത് നമുക്ക് കിട്ടി. ഇല്ലെങ്കിൽ ഒരു സൈഡിലെ നമുക്ക് അറിയാം. ഇനി ഇത് വെച്ചിട്ട് വേണം നമ്മളിങ്ങനെ ഒരു റൗണ്ട് അടിച്ച് വരാനായിട്ട്. ഓക്കെ, ഇപ്പം ഓക്കെ, ഇനിയിപ്പോൾ ഒമേഗ AB അറിയാം. ഇനി ബിയിലെ വെലോസിറ്റി എന്ന് പറയുന്നത്, ബിയിലെ വെലോസിറ്റി എങ്ങനെ എടുക്കും? ബിയിലെ വെലോസിറ്റി എന്ന് പറയുന്നത് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ, ഒരു ലിങ്കിന് പെർപെൻഡിക്കുലർ ആയിരിക്കും വെലോസിറ്റി എന്ന് പറയുന്ന സാധനം. അപ്പം ഞാൻ ഒമേഗ B എന്ന് എടുക്കാൻ നേരത്തെ ഇതെങ്ങനെ വരും? ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇതാണ് 90 ഡിഗ്രി. അപ്പോൾ ഇത് എത്രയാണെന്ന് അറിയത്തില്ല. നമ്മളപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു മാർക്കിംഗ് കൊടുത്തു. ഡയറക്ഷൻ ക്ലോക്ക് വൈസ് അല്ലേ, അതുകൊണ്ട് താഴോട്ട്. ഇതെന്തോന്നാണ്? BA. ഇതെങ്ങനെ എഴുതിയാന്നറിയാമോ? വെലോസിറ്റി ഓഫ് B എന്നല്ലേ വരച്ചത്, വിത്ത് റെസ്പെക്ട് ടു A. അതായത് നമ്മൾ AB എന്ന് പറഞ്ഞ ഒരു സാധനത്തിൻ്റെ വെലോസിറ്റി വരച്ചത്. അപ്പോൾ എവിടെ നിന്നാണോ വരയ്ക്കുന്നത് അത് ആദ്യം എഴുതും, അതിൻ്റെ അപ്പുറത്ത് ഇരിക്കുന്നത് രണ്ടാമത് എഴുതുമെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ AB എന്ന് പറഞ്ഞ ലിങ്ക് അത് ഞാൻ B എന്നാണ് വരച്ചത്. അപ്പം B വിത്ത് റെസ്പെക്ട് ടു A ഇപ്പുറം ഉണ്ട്, അങ്ങനെ എഴുതി. ഓക്കെ, ഇപ്പോൾ സപ്പോസ് ഞാനിപ്പോൾ ഇവിടെ നിന്ന് വരയ്ക്കുവാണെങ്കിലോ, BCയുടെ സംഭവം ഞാൻ ഇവിടെ നിന്ന് വരയ്ക്കുക. അപ്പോൾ എങ്ങനെ വരും? BCയുടെ സംഭവം ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കാൻ നേരത്ത് വെലോസിറ്റി ഓഫ് C വിത്ത് റെസ്പെക്ട് ടു B എന്ന് പറഞ്ഞു വരും. BCB എന്ന് പറഞ്ഞു വരും. ഇപ്പം CDയുടെ ഞാൻ ഇവിടെ വെച്ച് വരയ്ക്കുക. അപ്പം എങ്ങനെ വരും? BCD എന്ന് പറഞ്ഞു വരും. ഇത് BCB എന്ന് പറഞ്ഞു വരും. ഇത് BBA എന്ന് പറഞ്ഞു വരും.
ശരി. അപ്പം ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാനുള്ളത് ഓരോ ലിങ്കിൻ്റെയും പെർപെൻഡിക്കുലറായിട്ട് വെച്ച് നമ്മൾ 90 ഡിഗ്രി വെച്ച് വെക്കുക. ഇതിന് 90 ഡിഗ്രി ഇത്. ഓക്കെ. അപ്പം ഞാൻ ചെറിയ ഒരു ഇവിടെ നമ്മൾ കൊടുത്ത പോലെ ഇങ്ങനെ കൊടുക്കുക. ഇത് എത്രയാ വാല്യൂ എന്നുള്ളത് അറിയത്തില്ല. നമുക്കിപ്പം ഒമേഗ എ ബി മാത്രമേ അറിയത്തുള്ളൂ. ഇനിയിപ്പോൾ നമ്മളിങ്ങനെ റൗണ്ട് അടിച്ച് വരണം. ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് ഇങ്ങനെയല്ലേ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അതുകൊണ്ട് ഈ ലിങ്കിന് ഇവിടുന്ന് ഇങ്ങനെ മണ്ടക്കോട്ട് വരച്ചു ഞാൻ. ഓക്കെ. ഇത് ബി പറയൂ, എങ്ങനെ വരും? സി ബി. മനസ്സിലായോ? നമ്മൾ സി എന്നാണ് ഇത് വരയ്ക്കുന്നത്. ഏത് ലിങ്കാണ്? ഈ ലിങ്കിൻ്റെ വെലോസിറ്റിയാണ് വരയ്ക്കുന്നത്. ഒരു ലിങ്കിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ആ ലിങ്കിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഒരു ലിങ്കിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ആ ലിങ്കിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ ബി സി എന്ന് പറയുന്ന ലിങ്കിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ ഒന്നെങ്കിൽ മണ്ടക്കോട്ട് 90 ഡിഗ്രി അല്ലെങ്കിൽ താഴോട്ട് 90 ഡിഗ്രി. അപ്പോൾ മണ്ടക്കോട്ട് എടുക്കാൻ കാരണം ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അത് വലിയ ഇതുള്ള കാര്യമൊന്നുമല്ല, ചുമ്മാ മണ്ടക്കോട്ട് എടുക്കുക. അപ്പോൾ മണ്ടക്കോട്ട് എടുത്താലും താഴോട്ട് എടുത്താലും ഒരു കുഴപ്പമില്ല, എങ്ങനെ വേണോ എടുക്കാം. അത് നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങോട്ട് എടുത്താലും മണ്ടക്കോട്ട് എടുത്താലും നിങ്ങൾ പെർപെൻഡിക്കുലർ 90 ഡിഗ്രി എടുത്ത് വരച്ചാൽ മാത്രം മതി, അല്ലാതെ വേറെ സീന് വരത്തില്ല. എന്ന് വെച്ചാൽ ഈ ഒരു കോൺസെപ്റ്റിൽ തന്നെ വരച്ച് പോവുക. ഓക്കെ. ക്ലോക്ക് വൈസ് ഇട്ട് വരയ്ക്കുക, ക്ലോക്ക് വൈസ് ഇട്ട് വരയ്ക്കുക. അപ്പോൾ ഇവിടെ നിന്ന് ഈ ലിങ്കിൻ്റെ ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ മണ്ടക്കോട്ട് പോകും. ഇനിയിപ്പോൾ ഈ ലിങ്കിൻ്റെ ക്ലോക്ക് വൈസ് ആണെങ്കിലോ ഇങ്ങോട്ട് വരും അല്ലേ. അപ്പം ഇതിൻ്റെ നമ്മൾ 90 ഡിഗ്രി എടുക്കുക. ഇതിൻ്റെ 90 ഡിഗ്രി എടുത്തു. ഇതിനെ 90 ഡിഗ്രി എടുത്തു. എങ്ങനെ വരും? ഇങ്ങോട്ട് പോവോ ഇങ്ങോട്ട് പോകുമോ? ക്ലോക്ക് വൈസ് അല്ലേ, അപ്പം ഇങ്ങോട്ടല്ലേ, ഇങ്ങോട്ട് വരച്ചു 90 ഡിഗ്രി. ഇതാണ് എന്തോന്ന് വി. ഇത് ഏതിൻ്റെയാണ്? സി ഡിയുടെ ലിങ്കാണ്. അപ്പം എവിടെ നിന്നാണ് നമ്മൾ വരയ്ക്കുന്നത്? ഡി എന്നാണോ വരച്ചത്, സി എന്നാണോ വരച്ചത്? സി എന്നാണ് വരച്ചത്. അപ്പോൾ സി ആദ്യം എഴുതുക. പിന്നെ മിച്ചം ആരെ കിടപ്പുണ്ട്? ഡി കിടപ്പുണ്ട്, അതിനെ രണ്ടാമത് എഴുതുക. ഓക്കെ. ഇത് നമ്മൾ ബി സിയുടെ വരച്ചപ്പോൾ നമ്മൾ സി എന്ന് വരച്ചു, അതുകൊണ്ട് ബി സി എടുത്ത് ആദ്യം എഴുതി. ബി മിച്ചം കടന്നു, ബി കയറ്റി എഴുതി. ഇപ്പോൾ എ ബിയുടെ എടുത്തപ്പോഴോ ബി വെച്ചാണ് വരച്ചത്, അതുകൊണ്ട് ബി ആദ്യം എഴുതി. എ ബിക്കകത്ത് ബി പോയി കഴിഞ്ഞാൽ മിച്ചമുള്ളത് എ, അപ്പോൾ എനെ രണ്ടാമത് എഴുതി. അങ്ങനെ എടുക്കുക. ക്ലോക്ക് വൈസ് ആയതുകൊണ്ടാണ് ഇത് താഴോട്ട് എടുത്തത്. ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് ഇത് ഇങ്ങോട്ട് വന്നു. അതുപോലെ തന്നെ ഈ ലിങ്കിൽ നിന്ന് ക്ലോക്ക് വൈസ് നോക്കുമ്പോൾ ഇത് മണ്ടയ്ക്കോട്ട് ഇങ്ങനെ പോകുന്ന പോലെ. അപ്പോൾ മണ്ടയ്ക്കോട്ട് ഇവിടെ നിന്ന് ക്ലോക്ക് വൈസ് എടുക്കാൻ നേരത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ട്. അപ്പോൾ അങ്ങനെയാണ് ഇത് നമ്മൾ വരയ്ക്കുന്നത്. ഈ വരയ്ക്കുന്നതിന് മെഷർമെൻ്റ് ഇല്ല, പക്ഷെ കറക്റ്റായിട്ട് പെർഫെക്റ്റ് 90 ഡിഗ്രി ആയിരിക്കണം. കറക്റ്റ് പെർഫെക്റ്റ് 90 ഡിഗ്രി ആയിരിക്കണം. പെർഫെക്റ്റ് 90 ഡിഗ്രി ആയിരിക്കണം. ഓക്കെ. വിയുടെ ഇക്വേഷൻ അറിയാമോ? വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ ആണ്. വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ. ഒമേഗ ഈസ് ഈക്വൽ ടു 2πn/60. വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ. അപ്പം ഒന്നുകൂടെ പറയാം. ഇപ്പം നമുക്ക് ഒമേഗ, നമുക്ക് ക്വസ്റ്റ്യനിൽ RPM ഉണ്ട്, അത് വെച്ച് നമ്മൾ ഒമേഗ കണ്ടുപിടിച്ചു. ഒമേഗ എന്ന് പറഞ്ഞ് ഈ സൈഡ് എന്ന് പറഞ്ഞ് എ ബി, അതുകൊണ്ട് ഒമേഗ എ ബി നമ്മൾ കണ്ടുപിടിച്ചു. ഇനിയിപ്പം ഈ ഒമേഗ വെച്ചിട്ട് നമ്മൾ വെലോസിറ്റി കണ്ടുപിടിക്കുക. എങ്ങനെയാണ്? വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ. ഇതിനകത്ത് ഒമേഗ നമുക്കറിയാം. ആർ എന്ന് പറയുന്നത് ഇതാണ്. ആർ എന്ന് പറയുന്നത് എത്രയാണ്? 30 mm. ഓക്കെ. അപ്പം നമ്മളിപ്പോൾ കണ്ടുപിടിക്കാൻ പോകുന്ന VBA. അപ്പോൾ എഴുതുക. എന്തോന്ന് എഴുതണം? VBA is equal to എത്ര വരും? VBA എന്ന് പറയുന്നത് ആർ എന്ന് പറയുന്നത് ഇതാണ് എൻ്റെ ഇത്. അതിനെ ബി എന്ന് പറഞ്ഞെടുത്തു. ഇൻറ്റു ഒമേഗ എന്തോന്ന്? ഒമേഗ BA അല്ലെങ്കിൽ ഒമേഗ AB. ഇത് രണ്ടും ഓക്കെയാണ്. AB എന്ന് പറഞ്ഞ ഇവിടെ എടുക്കാം. അപ്പോൾ BA എന്ന് പറയുന്ന സാധനം എന്തോന്നാണ്? 30 mm എടുക്കല്. കാരണം വെലോസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് m/s. അപ്പോൾ നമ്മൾ അവസാനം പിന്നെ mm/s എഴുതുന്ന അവസ്ഥയായിരിക്കും. അതുകൊണ്ട് 30 എന്നുള്ളതിനെ മീറ്ററിലേക്ക് ആക്കുക. അപ്പോൾ MM-നെ നമ്മൾ മീറ്ററിലേക്ക് ആക്കണമെങ്കിൽ ഡിവൈഡഡ് ബൈ 1000 ചെയ്യണം. ഓക്കെ. അപ്പം 1, 2, 3. അപ്പം 0.03 ഇൻറ്റു ഒമേഗ AB എത്രയാണ്? 15.707. അപ്പോൾ എത്ര വരും? 0.03
ഇൻറ്റു 15.707 0.03 ഇൻറ്റു 15.707 ചെയ്യുമ്പോൾ 0.471 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ് വരും. എന്തുവന്ന് VBA 0.471 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ് കിട്ടി. ഇതിൻ്റെ അകത്ത് എത്ര ലിങ്ക് ഉണ്ട്? 1 2 3 4 ലിങ്ക് ഉണ്ട്. ഈ 4 ലിങ്കിൻ്റെ അകത്ത് ഈ ലിങ്കിനെ നമ്മൾ കൂട്ടത്തില്ല. കാരണം എന്താണ്? ഇത് ഫിക്സഡ് ആണ്. ഫിക്സഡിനെ നമ്മൾ കൂട്ടത്തേ ഇല്ല. ഓക്കെ, മിച്ചമുള്ള ലിങ്ക് ഏതൊക്കെയാണ്? ഈ ലിങ്ക് ഉണ്ട്, ഈ ലിങ്ക് ഉണ്ട്, ഈ ലിങ്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ 3 ലിങ്ക് ഉണ്ട്. 3 ലിങ്ക് എന്ന് പറയുമ്പോൾ 3 ഒമേഗ വരും. ഒമേഗ AB, ഒമേഗ BC, ഒമേഗ CD. ശരിയല്ലേ? അപ്പം അതുപോലെ തന്നെ ഓരോ പോയിന്റിലും ഓരോ വെലോസിറ്റിയുടെ ഇത് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം ഇതിവിടെ ഈ 2 ജോയിന്റിലായിട്ട് ഒരു വെലോസിറ്റി വരുന്നുണ്ട് BA എന്ന് പറയുന്നത്. ഈ ലിങ്കിന്റെ വെലോസിറ്റി ഇവിടെ വരുന്നുണ്ട് BCB. ഈ ലിങ്കിന്റെ വെലോസിറ്റി ഇവിടെ വരുന്നുണ്ട് BCD. ശരിയല്ലേ? ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ 2 അൺനോൺ വെലോസിറ്റിയാണ് ഉള്ളത്. ഇത് നമ്മൾ കണ്ടുപിടിക്കണം. ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമുക്ക് തന്നിരിക്കുന്ന RPM വെച്ചിട്ട് നമ്മൾ ഒരു സൈഡിലെ ഒമേഗ AB നമ്മൾ കണ്ടുപിടിച്ചു. ഒമേഗ AB കണ്ടുപിടിച്ചിട്ട് ഒമേഗ AB ഇക്വേഷനിൽ ഇട്ട് കൊടുത്തപ്പം V=R ഒമേഗ എന്ന് പറഞ്ഞ ഇക്വേഷൻ ഇട്ട് കൊടുത്തപ്പം ഈ BA നമുക്ക് എത്രയാന്ന് പറഞ്ഞ് കിട്ടി. VBA = R. R എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെ തന്നെ എടുത്തു 30 mm, അതായത് അതിന് മീറ്ററിലായിട്ട് എടുത്തു. അപ്പം AB × ഒമേഗ AB എന്ന് പറഞ്ഞ് വന്നു. ഒമേഗ AB നമുക്ക് അപ്പോഴേ നമുക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഗുണിച്ചപ്പോഴത്തേക്കും VBA എന്ന് പറയുന്നത് കിട്ടി. 0.47 ആണെന്ന് പറഞ്ഞ് മനസ്സിലായി. ഇനിയിപ്പോൾ വെലോസിറ്റി വെക്ടർ വരയ്ക്കണം. വെലോസിറ്റി വെക്ടർ വരയ്ക്കാൻ വേണ്ടി നമ്മൾ സ്കെയിൽ ചെയ്യണം. സ്കെയിൽ എത്രയാണ്? 1 സെൻറ്റിമീറ്ററിന് എത്രയായിട്ട് എടുക്കാം? ഇവിടെ 0.471 ഡിവൈഡഡ് ബൈ 0.1. കാരണം നമ്മൾ ഈ എടുക്കുന്ന വാല്യൂവിനെ സ്കെയിലുമായിട്ട് ഡിവൈഡ് ചെയ്ത് വേണം എടുക്കാനായിട്ട്. എന്നിട്ട് അവസാനം നമ്മൾ കിട്ടുന്ന വാല്യൂസിനെ നമ്മൾ എന്തോന്നായിട്ട് എടുക്കണം? തിരിച്ച് റീകൺവേർട്ട് ചെയ്ത് എടുക്കണം. അപ്പം 4.71 എടുത്താണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. 0.1 ആണ് ഞാൻ സ്കെയിൽ ചെയ്യുന്നത്. 0.1 എത്രയാണ്? മീറ്റർ പെർ സെക്കൻഡ്. 0.1 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ് ഞാൻ സ്കെയിൽ ചെയ്തു. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ABCD ആണുള്ളത്. AB എന്ന് പറയുന്ന ഒരു ലിങ്ക്, BC ലിങ്ക്, CD എന്ന് പറയുന്ന ലിങ്ക്, AD എന്ന് പറയുന്ന ലിങ്ക്. അതിൻ്റെ അകത്ത് ഫിക്സഡ് ആയിട്ടുള്ളതിനെ നമ്മളൊരു ഡോട്ട് ഇട്ട് അതിന് ഒറ്റയടിക്ക് എഴുതണം. സ്മോൾ ലെറ്റർ ആയിരിക്കും നമ്മൾ കൊടുത്ത് എഴുതേണ്ടത്. ഓക്കെ, ഞാൻ ഇവിടെ പച്ച യൂസ് ചെയ്യുവാണ്. ജസ്റ്റ് ഒരു പോയിന്റ് എടുത്തു. വെലോസിറ്റി വെക്ടറാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. ഒരു പോയിന്റ് എടുത്തു. എന്നിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ A,D. എന്തുകൊണ്ടാണ്? എയും ഡിയും അല്ലേ ഫിക്സഡ്, അതുകൊണ്ട് A, D എന്ന് പറഞ്ഞ് നമ്മൾ എടുത്തു. ഓക്കെ, ഇനിയിപ്പം നമ്മൾ ഈ ഒരു സംഭവം ഏതാ റോളർ സ്കെയിൽ എടുത്തിട്ട് ബീൻ്റെ ഇത് കൊണ്ടുവന്ന് കറക്റ്റ് പൊസിഷൻ പിടിച്ചിട്ട് ഇത് സത്യം പറഞ്ഞാൽ ഒരു പേജിൽ തന്നെ ആയിരിക്കണം. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നപ്പോഴത്തേക്ക് 2 പേജായിരിക്കും. ഇത് കുറച്ചുകൂടി നീളമുള്ള പേപ്പറായിരിക്കും. എന്നിട്ട് നമ്മളിതിനിങ്ങനെ കൊണ്ടുവന്നിട്ട് ഓക്കെ, ഇതിങ്ങനെ കൊണ്ടുവന്ന് നമ്മൾ കറക്റ്റായിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. നമുക്ക് അറിയാവുന്ന ഏതാണ്? ഇതാണ് അറിയാവുന്നത്. ഇത് 2 അറിയത്തില്ല. ഇതിൻ്റെ അകത്ത് മൊത്തം 3 ലിങ്ക് നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. AD ഫിക്സഡ് ആണ്, അതുകൊണ്ടാണ് ഇപ്പറയൊന്നും നമ്മളൊന്നും കയറ്റി വരയ്ക്കാതിരുന്നത്. ഓക്കെ, അപ്പം ഈ 3 നമ്മൾ കൺസിഡർ ചെയ്യുന്നതിൻ്റെ അകത്ത് 3 വെലോസിറ്റിയും വന്നു. അപ്പോൾ 3 വെലോസിറ്റി നമ്മളിപ്പോൾ വരയ്ക്കണം. അതാണ് വെലോസിറ്റി വെക്ടറാണ് നമ്മളിപ്പോൾ വരയ്ക്കുന്നത്. അപ്പം ഈ വെലോസിറ്റി മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. അതെങ്ങനെ അറിയാം? നമ്മൾ ഈ ഒമേഗ വെച്ച് കണ്ടുപിടിച്ചു. അപ്പം ഈ ഒരു വെലോസിറ്റി മാത്രം അറിയാം. അപ്പോൾ അതിന് നമ്മൾ സ്കെയിൽ ചെയ്ത് വരയ്ക്കാൻ പോവാം. അപ്പോൾ 0.471 ഡിവൈഡഡ് ബൈ 0.1 ചെയ്യുമ്പോൾ 4.71 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പം ഇവിടെ നിന്ന് ഞാൻ 4.71 എടുത്ത് എന്തുവന്ന് മണ്ടയ്ക്കോട്ടാണോ താഴോട്ടാണോ വരയ്ക്കേണ്ടത്? താഴോട്ട്. അപ്പോഴേ ഞാൻ പറഞ്ഞപ്പം ഇത് ക്ലോക്ക് വൈസ് നോക്കി തന്നെ നിങ്ങൾ വരയ്ക്കണം. ഓക്കെ, എന്നാലേ ഇത് നിങ്ങൾക്ക് താഴോട്ട് വരയ്ക്കാൻ പറ്റില്ല. ഇതിപ്പോൾ ക്ലോക്ക് വൈസ് കൊണ്ട് താഴോട്ടല്ലേ ഡൗൺ ആരോ ഇല്ലേ, ഇപ്പോൾ താഴോട്ട് വരയ്ക്കുക. എന്നിട്ട് 4.71 എടുക്കുക. എടുത്തു. ഇതാണ് പോയിന്റ്. നമ്മളിപ്പോൾ വരച്ച എന്തോന്നാണ്?
VBA. ഇതിൻ്റെ അകത്ത് ബി ഉണ്ടോ എ ഉണ്ടോ നോക്കണം. എ ഉണ്ട്. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് എന്തോന്ന് വരച്ചു. എന്നിട്ട് ഈ കിട്ടിയതാണ് എന്തോന്ന് ബി. ഈ കിട്ടിയതാണ് എന്തോന്ന് ബി. ഇനി അതുപോലെ തന്നെ VCB അടുത്തത് എടുക്കുക. VCBയുടെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. ഓക്കെ, അതിൻ്റെ അകത്ത് CB, C ഉണ്ട് B ഉണ്ട്. നമുക്ക് ഇതിനകത്ത് C ഉണ്ടോ? ഇതിനകത്ത് B ഉണ്ടോ? ഇല്ല. C ഉണ്ടോ? B ഉണ്ടോ? B ഉണ്ട്. അപ്പം ഇവിടെ നിന്നാണ് വരയ്ക്കേണ്ടത്. ലൈൻ ഓഫ് ആക്ഷൻ കൊടുത്തു. ഓക്കെ, മണ്ടയ്ക്കോട്ടാണ്. ഇപ്പം ഇതിൻ്റെ അകത്ത് എവിടെയോ എന്തോന്നുണ്ട്? C ഉണ്ട്. C ഇവിടെയും ഇല്ല, ഇവിടെയും ഇല്ല. അപ്പം ഇതിൻ്റെ അകത്ത് എവിടെയോ C ഉണ്ട്. ഇനിയിപ്പോൾ അടുത്തൊന്നാണ് മിച്ചമുള്ള ലാസ്റ്റുള്ള ഇത്. അപ്പം ഇതിനെ ഞാനിങ്ങോട്ട് അപ്പം ഇതൊന്നാണ് CD. C എന്ന് പറയുമ്പോൾ ഇതിനകത്ത് C ഉണ്ടോ? D ഉണ്ടോ? ഇല്ല. C ഉണ്ടോ? D ഉണ്ടോ? D ഉണ്ട്. ഇതിനകത്ത് ലൈൻ ഓഫ് ആക്ഷൻ ഈ കൊടുക്കുന്ന ഈ പോയിന്റാണ് എന്തോന്ന്? ഈ രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന പോയിന്റാണ് എന്തോന്ന്? ഈ കൂട്ടിമുട്ടുന്ന പോയിന്റാണ് C. ഓക്കെ, അപ്പം വെലോസിറ്റി വെക്റ്റർ നമുക്ക് കിട്ടി. അപ്പോൾ ഇത് കൂട്ടി വരയ്ക്കുക, ഇതും കൂട്ടി വരയ്ക്കുക. ഓക്കെ, ഇനി വേറൊരു കാര്യം പറയാം. ഇതിപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് കുറച്ച് ലെങ്ത് ആയിട്ടും പോവും, കുറച്ച് ഇതായിട്ടും ഇരിക്കും. പക്ഷെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫുള്ള് നോക്കി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും, മനസ്സിലാവും. അതിനുശേഷം സെക്കൻഡ് കടക്കും മുതൽ ആ ടെക്നിക്കൊക്കെ കത്തും. ഓക്കെ, ഇപ്പം ഞാനിതിനെ എന്തോന്നായിട്ട് എടുത്തു? ഇതെന്തോന്നായിരുന്നു? നമ്മൾ ആദ്യം അളന്നല്ലേ വരച്ചത്? VBA. ഓക്കെ, BA. അപ്പം A to B. ഓക്കെ, ഇപ്പം VBA എന്ന് പറഞ്ഞ് എഴുതുവാണെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ A to B ആയിരിക്കും. AB എന്ന് പറഞ്ഞ് എഴുതുവാണെങ്കിൽ VAB എന്ന് പറഞ്ഞ് എഴുതുവാണെങ്കിൽ കാണാമോ? VAB എന്ന് പറഞ്ഞ് എഴുതുവാണെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ B to A ആയിരിക്കും. അപ്പം ഞാനിവിടെ VBA എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ A to B. അപ്പോൾ താഴോട്ട്. ഇനി അടുത്തതിന് ഞാൻ എന്തോന്നു? VCB എന്നല്ലേ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ VCB. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ B to C. ഓക്കെ, ഇനി അടുത്തത് VCD. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ D to C. അപ്പോൾ ഇങ്ങോട്ട്. ഓക്കെ, ഇനിയിപ്പം ഇത് നമുക്കറിയാം എത്രയാണ്? 0.471 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി ഇത് നമ്മൾ അളക്കണം, സ്കെയിലും കൊണ്ട് അളക്കണം. സ്കെയിലും കൊണ്ട് അളക്കാൻ നേരത്തെ എനിക്ക് 2.3 ആണ് വരുന്നത്. അപ്പം 2.3 എന്ന് പറയുന്നത് സെന്റിമീറ്റർ ആണ്. തിരിച്ച് നമ്മൾ എന്തോന്നാക്കണം? സ്കെയിലുമായിട്ട് ഗുണിക്കണ്ടേ? ഇൻറ്റു 0.1 ചെയ്യുക. അപ്പം എത്ര കിട്ടും? 0.23 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഇതാണ് അതിൻ്റെ വാല്യൂ. ഇത് ചെയ്യാൻ നിങ്ങൾ മറന്നേക്കരുത്. ഈ ഒരു സംഭവം ചെയ്യാൻ മറന്നേക്കരുത്. സ്കെയിലുമായിട്ട് തിരിച്ച് ഗുണിക്കണം, നമ്മൾ 5th മോഡലിൽ ചെയ്ത പോലെ തന്നെ. ഇനിയിപ്പം ഇതെത്രയാണ് എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ 3.5 സെന്റിമീറ്റർ ആണ് കിട്ടിയത്. അപ്പം ഞാൻ അതിനെ എന്തോന്നെടുത്തു? = 3.5 സെന്റിമീറ്റർ ആണ് ഇൻറ്റു 0.1 ചെയ്തു. അപ്പോൾ എനിക്ക് 0.35 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ എനിക്ക് എന്തൊക്കെ കിട്ടി? VCDയും കിട്ടി, VCBയും കിട്ടി. ഇനിയിപ്പം നമുക്ക് ഇതിൻ്റെ ഒമേഗ കണ്ടുപിടിക്കാം. നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്തുവാണ്? V = R ഒമേഗ. ശരി, അവരെന്താണ് ചോദിച്ചിരിക്കുന്നത്? CD-യുടെ. അപ്പോൾ CD എന്ന് ഇവിടെ ഇട്ട് കൊടുക്കുക, റേഡിയസ് CD എന്ന് ഇട്ട് കൊടുക്കുക, വിയും CD എന്ന് ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഒമേഗ എന്ന് പറയുന്നത് CD ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം CD എന്ന് പറയുന്നതിൻ്റെ മെഷർമെൻറ്റ് നമുക്കറിയാം 40 mm. അപ്പം അതിനെ നമ്മൾ ഏതാക്കുമ്പം മീറ്റർ ആക്കുമ്പോഴത്തേക്കും 0.04 ഇൻറ്റു ഒമേഗ CD എന്ന് വരും. ഇനി VCD എത്രയാണെന്ന് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. എത്രയാണ്? 0.35. ഇനിയിപ്പോൾ ഈ 0.04 ഇപ്പുറം കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒമേഗ CD =
35 ഡിവൈഡഡ് ബൈ 0.04 എത്ര വരും? 0.35 ഡിവൈഡഡ് ബൈ 0.04 8.75 റേഡിയൻ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ് കിട്ടും. എന്തോന്ന്? ഒമേഗ സി ഡി. ഓക്കെ. ഇനി സപ്പോസ് ചോദ്യത്തിൽ നമുക്കിപ്പോ ബി സിയുടെ ഒമേഗ ചോദിച്ചിട്ടുണ്ടെങ്കിലോ? സപ്പോസ് ഇപ്പൊ ബി സിയുടെ ഒമേഗ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങനെ എഴുതണം? വി ബി സി ഇസിക്കൽ ടു ആർ ബി സി ഇസിക്കൽ ടു എച്ച് ഇൻറ്റു ഒമേഗ ബി സി. ശരി. അപ്പൊ അതിൻ്റെ ആർ ബി സി അറിയാം എത്രയാണ്? ഈ റേഡിയസ് ബി സി 50 mm. 50 mm നമ്മൾ എന്തായിട്ട് എടുക്കും? 0.05 ആയിട്ട് എടുത്തു. ഒമേഗ ബി സി നമുക്ക് അറിയത്തില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഒമേഗ ബി സി ആയിട്ട് എടുത്തു. വി ബി സി എത്രയാണ്? വി ബി സി എന്ന് പറയുമ്പോൾ ബി സി ബി 0.23 മീറ്റർ പെർ സെക്കൻഡ്. 0.23. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഒമേഗ ബി സി കിട്ടത്തില്ലേ? അത്രേ ഉള്ളൂ സംഭവം. അത്രേ ഉള്ളൂ ഗ്രാഫിക്കൽ മെത്തേഡ് ഓഫ് 4 ബാർ മെക്കാനിസം.